ഇതെന്താത് കാണുന്നുണ്ടോ? നമ്മളിന്ന് വീഡിയോ എടുക്കണ വൈകുന്നേരത്താണ് കേട്ടോ വീഡിയോ എടുക്കണത്. എന്താ നിങ്ങളെന്താ ഏട്ടനെന്താ പുക കൊള്ളാൻ വേണ്ടിട്ട് തണുപ്പടിക്കല്ലേ? രാവിലെയും വൈകുന്നേരത്തും പുഴയിൽ പോയിട്ട് മുങ്ങുമ്പോ നല്ല സുഖമുണ്ട് അല്ലേ? തണുപ്പുള്ളൂ, കാര്യമായിട്ട് തണുപ്പൊന്നുമില്ല. എന്തായാലും സ്വാമി അതിന് ശേഷം ആദ്യമായിട്ടാണ് വീഡിയോക്ക്. കൊറേ ദിവസമായിട്ടോ അനിയേട്ടൻ വീഡിയോയിൽ വന്നിട്ട് കൊറേ ദിവസമായിരിക്കണം. അപ്പൊ എന്താ ഇന്ന് നമ്മള് പണ്ട് പറഞ്ഞ എന്റെ അച്ഛമ്മയൊക്കെ ഉള്ള സമയത്ത് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. ഇലയും കാടുപടലങ്ങളും വിട്ടിട്ട് ഒരു കളിയില്ല മൊത്തം. ഇത് കാടുപടലല്ല കേട്ടോ, ഇത് നാരകത്തിന്റെ ഇലയാണ്. ചെറിയ നാരങ്ങയുടെ ഒക്കെ ഇലല്ലേ, അതിന്റെ ഇലയാണ് കേട്ടോ. ഞാനിത് നമ്മുടെ വീട്ടിലില്ല, അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചിട്ട് വന്നതാട്ടോ. അപ്പൊ ഇതും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ്. പണ്ടൊക്കെ മലയ്ക്കൊക്കെ പോണ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ്, എന്റെ അച്ഛനൊക്കെ പോകുമ്പോ ചോറൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുക ചെയ്യുക. അപ്പൊ ഈ ചോറ് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ അതില് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടി, തൈര്, അച്ചാറ്, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഉപ്പേരി ഒന്നും ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഉപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തൈരില്ലാത്ത വീടുകൾ അധികം, പശുക്കളുള്ളത് കൊണ്ട് തൈര് ഉണ്ടാവും. അതേപോലെ തന്നെ ചമ്മന്തി, അച്ചാറ്, ഉപ്പിലിട്ട മാങ്ങ, ഇതൊന്നും ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മളിന്ന് ഈ നാരകത്തിന്റെ ഇലയും പിന്നെ കുറച്ച് എന്താ ഏട്ടാ പറ, കുറച്ച് കറിവേപ്പിന്റെ ഇലയും ഒക്കെ ഇട്ടിട്ട്. അപ്പൊ അവിടെ നിന്ന് ഇരിക്കണം എന്നില്ലല്ലോ, അങ്ങോട്ട് വന്നിരുന്നൂടെ? അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾക്ക് നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഗ്യാസ് ഇല്ലേ, നമ്മുടെ വയറിന് ഇങ്ങനെ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണെന്ന് അച്ഛമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങള് കഴിക്കാത്തത് കൊണ്ട് മടിച്ചിട്ട് പറഞ്ഞതാണോ എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ എന്തായാലും കഴിച്ചു നോക്കി അറിയാലോ. പക്ഷെ കഴിച്ചു നോക്കുക പറഞ്ഞാൽ ഇതേപോലെ നാരകത്തിന്റെ ഇലയൊക്കെ കിട്ടുക എന്തായാലും ഇതേപോലെ ഒരു ചമ്മന്തിപ്പൊടി. ഇനി നാരകത്തിന്റെ ഇല ഇല്ല എന്ന് പറഞ്ഞിട്ട് പേടിക്കണം വേണ്ട. നമ്മുടെ കറിവേപ്പിലല്ലേ, കറിവേപ്പിന്റെ ഇലയൊക്കെ നമ്മുടെ വയറിന് നല്ലതല്ലേ. കറിവേപ്പിന്റെ ഇല ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ സംഭാരം ഉണ്ടാക്കുമ്പോ അരിമുളക്, ഇഞ്ചി, അല്ല ഇപ്പൊ ഇതിട്ടിട്ട് ആരെങ്കിലും സംഭാരം കുടിക്കാറുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇതിട്ടിട്ട് സംഭാരം അടിപൊളിയാണ്. പറയാൻ സമ്മതിക്കണില്ല കേട്ടോ, ഏട്ടന് അവസരം കൊടുക്കണില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. ഒരു കാര്യം ഉണ്ടാക്കുമ്പോ നമ്മള് അടുത്തതിനെ കുറിച്ച് പറയല്ലോ, ഇതിനെ കുറിച്ച് ആദ്യം ഇത് ക്ലിയർ ചെയ്യും. അപ്പൊ നമ്മൾ ഇതിന്റെ ഇല്ലേ ഈ നാരകത്തിന്റെ ഇലയുടെ ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇതിന്റെ നാര് കണ്ടോ, അതാണ്ടോ ഇട്ട് നമ്മളിത് ഇങ്ങനെ. എന്താ സുകന്യ തപ്പണത്? സുകന്യ പാത്രത്തിൽ കൂടെ ഒക്കെ പൈസ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അത് ഏതെങ്കിലും മാറിപ്പോയ നോക്കണോണ്ട്. ഏതിലാണ് 500 ഏതിലാണ് 200 ഓർമ്മയിലുണ്ട്. കടുകും പാത്രത്തില് ചില്ലറ പൈസ ഉണ്ടാവും, ജീരക പാത്രത്തിൽ ചില്ലറ പൈസ ഉണ്ടാവും. ഒന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നുമില്ലാത്ത സമയത്തില്ലേ നമുക്ക് ചായപ്പൊടിയോ പഞ്ചസാരയോ വാങ്ങാൻ വേണ്ടിട്ട് നോക്കുമ്പോ നമ്മൾ പോക്കറ്റ് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജീരകപാത്രത്തില്, കടുകും പാത്രത്തില്, മുളകുപൊടിയിലും മല്ലിപ്പൊടിയിലും മാത്രം, ഉപ്പിലും മാത്രം ഒന്നും വെക്കില്ല. അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പോഴും പൈസയൊക്കെ വെക്കും. ഇപ്പൊ ഷർട്ടിന് മുകളിൽ വെക്കാൻ പൈസ ഇല്ല, പിന്നെ മല്ലിപാത്രത്തിൽ വെക്കും. അത് ഏട്ടൻ പറയുന്നത് തെറ്റാണ് കേട്ടോ. അതിനെ പറയാലോ. കാരണം ഇപ്പൊ കൂലിയും കൂടിയും കിട്ടുന്ന ഗൂഗിൾ പേ ആണ്. അതും കൊണ്ട് നമ്മുടെ കയ്യിലില്ലേ ഒരു 10 രൂപ നമുക്ക് കിട്ടില്ല കേട്ടോ ഒരാവശ്യത്തിന്. മറ്റേത് അങ്ങനെയില്ല. ഞാൻ പറയുന്നത് തെറ്റാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റാണ്. അപ്പൊ ഇത് വന്ന് പറഞ്ഞല്ലേ ശരി വന്നു. എന്ത് ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഇതിപ്പോ നീ പറഞ്ഞ എന്താണ്? തെറ്റില്ല. പൈസ കിട്ടുന്ന ഗൂഗിൾ പേ ആണ്. ഇനി ശരിയാണ്. പൈസ ഞാനത് ചിന്തിച്ചില്ല. സോറി. എന്താ രണ്ടാളും പാട് താങ്ങ്. ഞാൻ അങ്ങനെ പറഞ്ഞ് സുകന്യ കുട്ടിക്ക് കൂളുവിറകാണ് കേട്ടോ, കോറവിറകാണ്. അപ്പൊ അവള് പറയാണ് നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതമൊന്നുമില്ലേ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളില്ലേ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുക എന്നുള്ള ബോധമൊക്കെ ചില സമയത്ത് പോട്ടും, ചില സമയത്ത് എന്തൊക്കെയോ സംസാരിക്കും. ഞങ്ങള് പൊതുവെ ഇങ്ങനെ തന്നെയാണ്. എനിക്കില്ലേ പൊട്ടത്തരങ്ങൾ കുറച്ച് കൂടുതലാട്ടോ.
എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇടയ്ക്കൊക്കെ മാറി. ഇതില് വെള്ളം ഒഴിക്കണം, നല്ല തിളച്ചുകൊണ്ട്. അതൊന്നും കൂടി ഇതാവണം. അത് പറ്റില്ല ചെയ്യേണ്ടത്. പുതിയ ചീനച്ചട്ടി വാങ്ങിട്ട് ഇതുവരെ മയക്കെടുത്തിട്ടില്ല കേട്ടോ. എന്താ സംഭവം ചോദിച്ചു? മയക്കിയെടുത്തു, പക്ഷെ എന്താ മയങ്ങിയില്ലാന്നേ ഉള്ളൂ. വല്ലാത്ത സാധനമാണ്, മയങ്ങില്ല. അതെന്താ ഏട്ടനെ അതൊന്ന് ശരിയാക്കി കൂടെ? 2 മാസം വരെ ചീനച്ചട്ടി വാങ്ങിച്ചിട്ട് ഇനി ചീനച്ചട്ടി മയങ്ങിയിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാ ചില്ലറ ചീനച്ചട്ടി ഒന്നല്ല അപ്പൊ. എന്നോട് ഇങ്ങനെ എന്നിട്ട് പറയട്ടോ, എന്റെ 1000 രൂപ പോയി, എന്റെ 1000 രൂപ പോയി. 1000 രൂപ കൊടുത്ത് ചീനച്ചട്ടി വാങ്ങിയിട്ട് അത് മയക്കാൻ ഒഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീനച്ചട്ടി തന്നെ ഇരുന്ന് മയങ്ങും. ഒഴിവില്ലാണ്ടല്ല കേട്ടോ, അത് മയക്കിയതാണ് ഞാന്, പക്ഷെ എന്നാള് മയങ്ങിയില്ല. അപ്പൊ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെന്നെ പറഞ്ഞത്. ഞാൻ മയക്കി ഒന്നും മയങ്ങണില്ല, എന്താണാവോ? അതെ, ഇനി വല്ല ഉറക്കോളിയും കൊടുക്കേണ്ടി വരും. മയക്കൂട്ടിയൊക്കെ ഉണ്ട് വരല്ലേ. താങ്ങടി താങ്ങ്. കറിവേപ്പിലയും വേണം കേട്ടോ. നമ്മളിത് പറിച്ചു കൊണ്ടുവന്ന് കഴുകി വെച്ചതാണ്, അതും കൊണ്ട് പിന്നെ കഴുകണ കാണിക്കില്ല. നാരകത്തിന്റെ ഇല അതേപോലെ തന്നെ കഴുകി വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ ഒരു പിശുക്കരുത്. ഇങ്ങനെ 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 എടി കുഞ്ഞുണ്ണി വിളിക്കണടി. എന്തിനാ കുഞ്ഞുണ്ണി തൊള്ളയിരുന്നത്? തേങ്ങ വേണം കേട്ടോ. തേങ്ങ പൊട്ടിക്കട്ടെ. സ്വാമിക്ക് തേങ്ങ വേണോ? തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്കും എവിടുന്നൊക്കെ ആള് വരുന്നത്? കുഞ്ഞു ഷർട്ട് ഇട്ടിട്ടില്ല, പൊക്ക. കൊടുത്തു എന്നാ കുഞ്ഞു കുടിക്ക്. ആ ഷർട്ട് ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വേഗം ഓടിയത്. ഞങ്ങളുടെ കുട്ടിസ്വാമിയാണ്. ഓ മെല്ലെ കുടിക്കറോ. കുട്ടിസ്വാമി ആണെങ്കിലും വലിയ സ്വാമി ആണെങ്കിലും തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ അടുക്കളേക്ക് എത്തി. സ്വാമിമാരൊന്നും ഇങ്ങനെ അടുക്കള കൂടെ കിടന്ന് കളിക്കാൻ പാടില്ല കേട്ടാ. റൂമിൽ കൂടെ തന്നെ വരാൻ പാടില്ല. പൊക്കോ, പോയൊരു ബുക്ക് എടുത്ത് വായിക്കേ കേട്ടാ. വായിക്കും പറഞ്ഞ പോലെ വായിക്കണം. വായിക്ക് പോ. പഠിച്ചു കഴിഞ്ഞോ? എന്ത് പഠിച്ചിപ്പോ നീ പഠിക്കല്ലേ? ഇനിയിപ്പോ 4 ദിവസം പഠിക്കല്ലേ, തിങ്കളാഴ്ച സ്കൂളും ഇല്ല. നമ്മുടെ കെട്ടുനിറ വന്നിട്ട് ജനുവരി 16-നാണ് കേട്ടോ. മകരവിളക്ക് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നമ്മുടെ യാത്ര. 2 കന്നിസ്വാമി, 1 ഗുരുസ്വാമി, പിന്നെ ഞങ്ങള് 3 പേര് വേറെ, 6 പേരേ ഉള്ളൂ. കന്നിസ്വാമിമാരെയൊക്കെ കൂട്ടിയിട്ട് തിരക്കൊക്കെ ഒഴിഞ്ഞ സമയം തെരഞ്ഞെടുത്ത് പോവാണ്. തെരഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ തിരക്കും കാര്യങ്ങളും നമ്മള് കണക്കാക്കുന്ന പോലെ അല്ലല്ലോ. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് പോകാനിരിക്കുന്നത്. ഭഗവാന്റെ കയ്യിലല്ലേ, എന്താവും എന്നറിയില്ല. ഒറ്റാഗ്രഹമുണ്ട് നന്നായിട്ട് ദർശനമൊക്കെ കിട്ടി അഭിഷേകമൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വരിക എന്നുള്ളത്. ഈ വർഷത്തെ തിരക്കും കാര്യങ്ങളൊക്കെ വല്ലാത്ത പേടിപ്പെടുത്തുന്ന രീതിക്കുള്ള തിരക്കും കാര്യങ്ങളല്ലേ നമ്മൾ വാർത്തയിൽ കൂടെ ഒക്കെ കണ്ടപ്പോൾ. അല്ലെങ്കിൽ പേടിയുണ്ട്, പേടിയൊന്നുമില്ല. എന്നാലും ചെറിയ മക്കളെ കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു ആശങ്ക, അത്രേ ഉള്ളൂ. മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇതാ നാരകത്തിന്റെ ഇല, തേങ്ങ, പിന്നെ ഇതാ 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇഞ്ചിയില്ലേ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കണ്ട്. ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചമ്മന്തിപ്പൊടി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് കൂടുതൽ ഇഷ്ടം. എനിക്കത് നമ്മുടെ ഒരു കൂട്ടുകാരൻ, കൊല്ലത്തുള്ള ഒരു കൂട്ടുകാരൻ്റെ കൊണ്ടുവന്നിട്ട് ഒരു പ്രാവശ്യം കഴിക്കണ്ടായി. ഞാൻ ബീഹാറിൽ നിൽക്കുന്നൊരു സമയത്ത് അവിടുന്ന് കുറച്ച് ദിവസം കഴിക്കണ്ടായി. എനിക്കതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണിത്. ചട്ടി വെച്ചിട്ടുണ്ട്, അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ചെറിയുള്ളി, അതേപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിത് പകല് എടുക്കണം വിചാരിച്ചാട്ടോ, പക്ഷെ പകലെടുക്കാൻ നമുക്ക് പറ്റിയില്ലേട്ടാ. പാക പ്രശ്നം പണി, ക്യാമറ പിടിക്കാൻ ആളില്ലായേ. മലയ്ക്ക് പോകുമ്പോഴേക്ക് 2-3 വീഡിയോ അധികം വേണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോ.
എനിക്കാണ് പറഞ്ഞ വെച്ചാ ഞാൻ ഞായറാഴ്ച എന്റെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ഞാനത് പറഞ്ഞിരുന്നതല്ലേ. പിന്നെ ഇതാ നമ്മള് ഒരു 10-20ഓളം 10-20ഓളം ഉണക്കമുളകില്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ അമ്മോ കഴിഞ്ഞു. ഇതാ നമ്മളിതാ 1.5 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. ഒന്ന് തീ പിരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടേ ചൂടാവുമ്പോ വേഗം നമ്മുടെ തേങ്ങ കരിഞ്ഞു പോവും. പിന്നെ കറിവേപ്പിലയും നാരകത്തിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓ നല്ല മണം വരുന്നുണ്ട്. എന്താ മണം. ഇതിന്റെ ശരിക്കുള്ള രുചി കിട്ടണമെങ്കിലേ നമ്മള് മിക്സിയിലല്ലോ കേട്ടോ ശരിക്ക് ആ സംഭവം നമ്മളെ എല്ലാം പഠിക്കും. നമ്മുടെ ഉണ്ടായിരുന്നാണ് ഒരെല്ലൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളാ നിലത്താ കുഴിയില എന്താ പറയാ, അതെന്താ പറയാ, ഒലക്കുഴി അതിലൊക്കെ ഇട്ട് ഇടിച്ച് സൈസ് ആക്കണം. ചമ്മന്തിപ്പൊടി അതാണ് ശരിക്കും ആ ഒരെല്ലടിച്ചാലാണ് അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ്. അതേപോലെ തന്നെ നമ്മള് പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ഒരലില് പച്ചരി കുതിർത്തിട്ട് ഇടിച്ചിട്ടില്ലേ വറുത്തുണ്ടാക്കി നോക്കിയാലേ, അതേപോലെ ആട്ടുകല്ലിൽ അരച്ച് ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിന്റെ രുചി വേറെയാണ് കേട്ടോ. ഞാനവിടെ ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടുകല്ലിൽ അരക്കന്നെ ചെയ്തിരുന്നു. പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുട്ടി അവിടുന്ന് മാറുന്ന നിങ്ങള് കേറി ആ ഇരിക്കുന്ന ഭാഗത്തേക്ക് പൊന്നൂസിന് വരാൻ വേണ്ടിട്ടായിരിക്കും ചിലപ്പോട്ടോ അവൻ വാശി പിടിക്കുന്നത്. മണം വന്നു തുടങ്ങി കേട്ടോ. മണം വന്നു തുടങ്ങി, നല്ല മണം വരാൻ തുടങ്ങി. അടിപൊളി മണം ഏട്ടോ. കുറച്ച് മുളക് പൊടി ഇടാനേ, എരിവ് കമ്മി. അത് കുഴപ്പമില്ല, മുളക് പൊടി ഇട്ടില്ല. ഇത് പോയി മുളക് മതി. ഇത് അത്യാവശ്യം എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. നീ കുട്ടികൾക്ക് ഈ മുളക് ഇട്ടിട്ടില്ലേ രാവിലെ ചമ്മന്തി അരച്ചത്, അപ്പൊ നന്നാവും. ഇനി അതിൽ മുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞാ നമ്മളിതാ നല്ല പോലെ ഇളക്കി കൊടുക്കട്ടെ. പൊക്കോ വിളിക്ക. കണ്ടോ ഇതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ശരിക്കും ഇതില്ലേ പകലെടുക്കേണ്ട വീഡിയോ ആയിരുന്നു. കുട്ടീനെ നോക്ക്, വണ്ടി വരുന്നു കണ്ടില്ലേ. ഞങ്ങളിതാ വാങ്ങി വെച്ചു. ഇനി ഇത് നല്ല പോലെ നാരട്ടെ കേട്ടോ. ഞാനേ ആദ്യമൊക്കെ വിചാരിച്ചതാണ് എന്താണെന്നറിയോ, ചമ്മന്തിപ്പൊടികൾ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുടുംബശ്രീ വഴിയായിട്ടില്ലേ കൊടുക്കണം, കച്ചവടം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പൊക്കാണല്ലേ കേട്ടോ കൊറോണ വന്നത്. കൊറോണ അല്ല, നമ്മളടുത്ത് 1-2 മീൻ അച്ചാർ ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചതാണ്. നമ്മള് അച്ചാറുണ്ടാക്കലൊക്കെ വേണമെങ്കിൽ ചെയ്യായിരുന്നു. അപ്പൊ നമ്മളത് ചെയ്തില്ല. അങ്ങനെ എന്തിനെങ്കിലും നിന്ന് കഴിഞ്ഞു പിന്നെ നമ്മള് അതുകൊണ്ടങ്ങോട്ട് പോകേണ്ടി വരും. പക്ഷെ ശരിക്കും വേറെ കാര്യങ്ങളൊന്നും ശരിക്കും അതാണ് ഒരു പ്രശ്നം. ഞാന് വിചാരിക്കുന്നുണ്ട് എന്താന്നറിയോ, നമുക്ക് ഇങ്ങനെ അച്ചാർ പൊടിയല്ല ചമ്മന്തിപ്പൊടി അച്ചാറ്, അതേപോലെ മീനച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ കുറച്ച് ഇങ്ങനെ വീടുകളിൽ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റിയ അതൊരു നല്ല കാര്യല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നമ്മൾ ഉണ്ടാക്കുമ്പോ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇനി ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക്, അതേപോലെ വയസ്സായ ചില അമ്മമാരൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഞാൻ ഈ ബീഹാർ പോയിട്ട് വന്നപ്പോഴാണ്. അവിടെ പോയിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. കൊല്ലം ആ ഭാഗത്ത് കിട്ടിയ കൊല്ലത്തുള്ള ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നാണ് കേട്ടോ. അത് കൊല്ലം പ്രത്യേകം പറഞ്ഞ അതാണ്. അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അത് വെറുതെ എടുത്ത് കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാനത് ഇവിടെ ഇവരോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയത്. ഞാന് ഇത് ഉണ്ടാക്കാൻ കാരണം എന്താന്ന് വെച്ചാല് എന്റെ അമ്മ ഒരു വീട്ടുപണിക്കാണ് പോയിരുന്നത് കേട്ടോ. അപ്പൊ അവിടെ എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് അമ്മ വീട്ടിൽ വരുമ്പോ
ഞങ്ങൾക്കും ഉണ്ടാക്കി തരും കേട്ടോ. അപ്പൊ അതും കൊണ്ട് എല്ലാതും നമുക്കത് ശീലായി. ഇപ്പൊ നാടൻ ഭക്ഷണമാണോ വെച്ചാലും എപ്പോഴും എൻ്റെ അമ്മ ഒരു വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോവും. അമ്മ നന്നായി ഭക്ഷണം ഉണ്ടാക്കും കേട്ടോ. അമ്മ ഉണ്ടാക്കും, അതേപോലെ തന്നെ അച്ഛൻ ഷാപ്പിൽ കറിക്കച്ചവടാണെന്ന് പറഞ്ഞല്ലേ, അച്ഛനും നല്ല ഭക്ഷണം ഉണ്ടാക്കും. വായില് കപ്പൽ ഓടുകയെന്ന് പറയില്ലേ, അതുപോലെ എന്റെ വായില് കപ്പൽ ഓടുന്നുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. ഇനി ഇത് നമ്മളില്ലേ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കട്ടെ. നമ്മള് മിക്സിയുടെ ജാരക്കിട്ട് ഒക്കെ പാടത്തിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. സുകന്യെ, നിനക്ക് പാടല്ലേ ചമ്മന്തിപ്പൊടി? നമ്മുടെ ചമ്മന്തിപ്പൊടി കണ്ട. ഏട്ടാ സാമി സാമി എന്താ സുകന്യ? സാമിയെ ഇതാണ്ടോ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ, ഇതും തൈരും മാത്രം മതി നമുക്ക് ചോറിന, വേറൊന്നും വേണമെന്നില്ല. ഏട്ടാ എവിടേക്ക് പോയി? എന്താ സാമി ചെന്നം. നല്ല മണമുണ്ട് കേട്ടോ. പിന്നെ ഇതിലെ വെള്ളം ആവരുത്. വെള്ളം ആയിക്കഴിഞ്ഞാൽ വേഗം കേടുവരും കേട്ടോ. വെള്ളം ആയിട്ടില്ലെങ്കിൽ കുറേ കാലങ്ങൾ കേടുവരാതിരിക്കും. കുറച്ച് മതി, ഊണിക്കുമ്പോ കഴിക്കുന്നത്. പായസം തിന്നുമാതിരി ചക്കക്കൂട്ട വിളമ്പണ മതി. കുളമ്പി ചക്കക്കൂട്ട അങ്ങനെ വിളമ്പുക എങ്ങനെയുണ്ട്? സുകന്യ കാണിക്ക്. എരിവ് മുളക് പൊടി ഇടണമെന്നല്ലേ പറഞ്ഞു. മുളക് പൊടി ഇട്ട ഗംഭീരായിരുന്നു. എരിവ് അത്യാവശ്യം നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? എരിവുള്ളോണ്ട്. ഏട്ടനും സുകന്യ എരിവിന്റെ ആൾക്കാരാട്ടോ. എനിക്ക് ഒരുപാട് എരിവ് പറ്റില്ല, കുട്ടികളുടെ പോലെ. നന്നായില്ലേ? അടിപൊളിയായിട്ട് കിട്ടാം, അല്ല അടിപൊളിയായിട്ട് കിട്ടാം. ഇങ്ങനെ ഉണ്ടാക്കാത്തവരില്ലേ, ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി നാരകത്തിന്റെ ഇല കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ചിലവർക്ക് ഇങ്ങനെ നാരകത്തിന്റെ ഇലയൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു വെച്ചാല് നമ്മുടെ കറിവേപ്പിന്റെ ഇല മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം. നാരകത്തിന്റെ ഇല ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോ വായക്കൂടെ വെള്ളം വന്നിട്ടാണ് കേട്ടോ, പറയാൻ കിട്ടുന്നില്ല. ഇതിന്റെ പ്രത്യേകത ഇത് കാണുമ്പോഴേക്കും വായക്കൂടെ വെള്ളം വരും. അപ്പൊ എന്താ നാരകത്തിന്റെ ഇല ഇടുമ്പോ ഒരു നല്ല ഒന്നും കൂടി നല്ല മണം രുചി ഉണ്ടാവൂലേ? കറിവേപ്പില ഇടുമ്പോ കുറച്ച് തോന കറിവേപ്പില ഇട്ടോ, കുറച്ചിട്ടാ പോരാ, കുറച്ച് തോന വേണം. ഇതിന്റെ കളറ് പറഞ്ഞു കഴിഞ്ഞു വെച്ചാല് മറ്റേ ചമ്മന്തിപ്പൊടി നമ്മുടെ ചുവപ്പ് കളറായിരിക്കും. ഈ ചമ്മന്തിപ്പൊടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളറാണ് കേട്ടോ വരിക. അപ്പൊ അങ്ങനെ രണ്ട് വ്യത്യാസം ഉണ്ട് അല്ലേ? അതേപോലെ ഒരു കാപ്പി കറുപ്പ് തന്നെയാ മുട്ടിയത്, ബ്രൗണ്. അപ്പൊ എന്താ ചെമ്മീനും കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, നമ്മള് സാധാ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, കറിവേപ്പിന്റെ ഇല വെച്ചിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതേപോലെ ചമ്മന്തിയൊക്കെ പിന്നെ ഉണ്ടാക്കാം. അപ്പൊ ചെമ്മീനും മീനിന്റെ കാര്യം പറയണ്ട. അപ്പൊ എനിക്ക് ഇനി വായക്കൂടെ വെള്ളം എന്ന് പറഞ്ഞാൽ കൊതി കിട്ടുകയാണോ വിചാരിക്കും. പക്ഷെ അതെന്താന്നറിയാം, വായക്കൂടെ വെള്ളം വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മണല്ലേ. നമ്മള് വേറെയുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊന്നും അത്ര നമുക്ക് കൊതി വരില്ല. കാരണം ഇത് ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാല് എന്താ നമ്മുടെ വായക്കൂടെ വെള്ളം വരും കേട്ടോ. കാരണം അതിന്റെ ആ ഒരു മണം, ഈ കറിവേപ്പിന്റെ ഇടയിലേട്ടാ, അതിന്റെയൊക്കെ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് എല്ലാവരും ഇല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയേ. ഇത് നല്ല ടേസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മോരിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും തൊട്ടുകറി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. പറയും എന്താ നമ്മള് അപ്പൊ എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ശുഭരാത്രി.